ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ള ടോപ്പിക്കാണ് അല്ലേ. സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഇൻസ്റ്റാൾമെൻറ്റ് എല്ലാവരും പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ചോദ്യത്തിൽ കൂടെ ഡിസ്കസ് ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കി, എ മാൻ ബോറോ സം എമൗണ്ട് അറ്റ് 20% compound interest to settle his loan. He pays 2 installment of rupees 3,600 each. Find the money borrowed. ഓക്കെ, എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? 20% ആണ്. ഒരു വർഷം അവൻ എത്ര രൂപ വെച്ചിട്ട് അടയ്ക്കുന്നത്? 3,600 വെച്ചിട്ട് 2 കൊല്ലം കൊണ്ട് അവൻ അടച്ചു തീർക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം, 20%ൻ്റെ ഫ്രാക്ഷൻ എത്രയാണ്? 1/5 ആയിരിക്കും അല്ലേ. അതായത് 5 പ്രിൻസിപ്പിളും 1 ഇൻട്രസ്റ്റും. അപ്പോൾ എമൗണ്ടും പ്രിൻസിപ്പിളും തമ്മിലുള്ള റേഷ്യോ എങ്ങനെയായിരിക്കും? 6/5 ആയിരിക്കും 1 ഇയറിലേക്കുള്ളത്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് അല്ലേ. അതായത് ശരിക്കും പറഞ്ഞിട്ട് കൺസെപ്റ്റിൽ ഇയാളൊരു പ്രിൻസിപ്പിൾ ബോറോ ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ പ്രിൻസിപ്പിൾ 1 ഇയർ യൂസ് ചെയ്യുമ്പോഴേക്കും എത്രയായി? 6/5, അതായത് ഒരു 20% കൂടി. അങ്ങനെ 1 ഇയർ അവസാനം ഇയാൾ എന്ത് ചെയ്തു? അതിൽ നിന്ന് ഒരു 3,600 രൂപ അടയ്ക്കുന്നു. ഇനി അയാൾ എന്താ യൂസ് ചെയ്യുന്നത്? സെക്കൻഡ് ഇയർ ഇയാൾ യൂസ് ചെയ്യുന്നത് തുക ഇതിൻ്റെ ബാക്കിയാണ്, ഈ തുകയായിരിക്കും ഇനി അയാൾ യൂസ് ചെയ്യുന്നത്. ആ രണ്ടാമത്തെ വർഷം എന്ത് ചെയ്യുന്നു? അതൊരു 20% കൂടുന്നു. ആ രണ്ടാമത്തെ വർഷം അവസാനം ഇയാളൊരു 3,600 രൂപ കൊണ്ടുപോയി അടയ്ക്കുന്നു. എന്ത് ചെയ്യുന്നു? ഫുൾ എമൗണ്ട് ക്ലോസ് ആവുന്നു. ഓക്കെ, ഇതാണ് കൺസെപ്റ്റ്. പക്ഷേ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എമൗണ്ടും പ്രിൻസിപ്പിളും തമ്മിലുള്ള റേഷ്യോയിൽ. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഒരു ആൻസർ. നിങ്ങളത് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമ്മുടെ എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ അറിയാലോ. P × 1 + R ഡിവൈഡഡ് ബൈ 100 ഓൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ എമൗണ്ടും പ്രിൻസിപ്പലും തമ്മിലുള്ള റേഷ്യോയിലേക്ക് എഴുതുമ്പോഴേക്കും എങ്ങനെ വരും? 100 + R ഡിവൈഡഡ് ബൈ 100 ഓൾ റേസ് ടു സ്ക്വയർ അല്ല, n ആണ് കേട്ടോ. ഓക്കെ, ഇതിൽ 1 ഇയറിലേക്കാണെങ്കിൽ എന്ത് വരും? 20% ആണ്. 100 + 20 ഡിവൈഡഡ് ബൈ 100 അല്ലേ. 1 ഇയറിലേക്കാണെങ്കിൽ 120 ഡിവൈഡഡ് ബൈ 100 വരും. അതിനെ ഷോർട്ട് ആക്കിയാൽ 6/5 വരും. എന്ത്? എമൗണ്ടും പ്രിൻസിപ്പിളും തമ്മിലുള്ള റേഷ്യോ റേസ് ടു 1 ആണ് ഇത് വരും. 2 ഇയറിലേക്കാണെങ്കിലോ? 2 ഇയറിലേക്കാണെങ്കിൽ എമൗണ്ട് പ്രിൻസിപ്പിൾ എങ്ങനെ വരും? സ്ക്വയർ വരും അല്ലേ. 6² ഡിവൈഡഡ് ബൈ 5² വരും. അതായത് എമൗണ്ട് പ്രിൻസിപ്പിളും തമ്മിലുള്ളത്. 3 ഇയറിലേക്കാണെങ്കിലോ? ഇത് നേരെ ക്യൂബ് ആവും. 6³ ഡിവൈഡഡ് ബൈ 5³ ഓക്കെ, 5³ ആവും അല്ലേ. ആ കൺസെപ്റ്റിൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പം, അതായത് ഒരു പ്രിൻസിപ്പിളും ഉണ്ട് എമൗണ്ടും ഉണ്ട്. ഇയാൾ 1 ഇയറിലേക്ക് എന്ത് ചെയ്യും? 5:6 ആയിരുന്നു ഇയാളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് തമ്മിലുള്ള റേഷ്യോ. അടുത്ത വർഷം ഇതെന്തായി? 5² 6² ആയി. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 3,600 വീതം. അതായത് അടയ്ക്കുന്ന എമൗണ്ടുകൾ എന്താ? 3,600 പക്ഷേ ഇവിടെ നമ്മുടെ റേഷ്യോയിൽ നോക്കി, ഇയാൾ ആദ്യം 6 അടയ്ക്കുന്നു, അത് അടുത്തത് 6² അടയ്ക്കുന്നു അല്ലേ. അത് ഈക്വൽ ആണോ? അല്ല. പക്ഷേ ഇതിനെ നമ്മൾ ഈക്വൽ ആക്കണം അല്ലേ. ഇതിന് ഈക്വൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിവിടെ ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ എന്തായി? 6² 36 അവിടെ വന്നു. 5 × 6 30 വന്നു. 6² താഴെ 36 തന്നെ അല്ലേ. അപ്പോൾ എമൗണ്ട് നമ്മുടെ ഈക്വലായി. താഴെ 5² എത്രയാണ്? 25 ആണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇതാണ് നമ്മുടെ ടോട്ടൽ അടയ്ക്കേണ്ട പ്രിൻസിപ്പിൾ. 30 25 എത്ര വരും? 55 വരും. 36 72 വരും. ഓക്കെ, ഇനി നമ്മളോട് തന്നിരിക്കുന്ന എന്നതാ? 3,600 ഈച്ച് ആണ് എന്ത്? ഇൻസ്റ്റാൾമെൻറ്റ്, അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ 36 ഈ അടയ്ക്കുന്ന ഒരു ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? 3,600. അടുത്തതും എത്രയാണ്? 3,600. അതിനെത്ര യൂണിറ്റ് വന്നേക്കുന്നത്? 36 യൂണിറ്റ് അല്ലേ. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയായിരിക്കും? 100 ആയിരിക്കും. 36 × 100 അല്ലേ 3,600. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പിൾ, നമ്മുടെ ടോട്ടൽ അടയ്ക്കേണ്ട എമൗണ്ട് എത്രയാണ്? 55 യൂണിറ്റ്. 55 യൂണിറ്റ് എത്രയായിരിക്കും? 55 × 100 5,500 ആയിരിക്കും അടയ്ക്കേണ്ട എമൗണ്ട്. എവിടെ? ഫസ്റ്റ് വൺ ആൻസർ. അടുത്ത ചോദ്യം നോക്കിയേ. എ സെർട്ടൈൻ ലോൺ വാസ് റിട്ടേൺഡ് ഇൻ 2 ഈക്വൽ ഹാഫ് ഇയർലി ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഓക്കെ, എത്രയാണ്? 6,760. ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% ആണ്, കോമ്പൗണ്ടഡ് ആനുവലി ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഇൻട്രസ്റ്റ് പെയ്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്? 8% ആണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, 2 ഈക്വൽ ഹാഫ് ഇയർലി ആണ് അല്ലേ. പെർ ഇയറിലേക്ക് 8%. അങ്ങനെയാണെങ്കിൽ ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ എത്ര വരും? 4% വരും അല്ലേ. 4% അത് എത്രയാണ്? 1/25 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പിളും എമൗണ്ട് തമ്മിലുള്ള റേഷ്യോ എത്ര വരും? 25 26 വരും. അടുത്തതോ രണ്ടാമത്തെ കൊല്ലത്തേക്കുള്ളതാണെങ്കിലോ 25² 26² വരും.
ആൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത്, 2 ഈക്വൽ ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അടയ്ക്കുന്ന എമൗണ്ടിനെ ഈക്വൽ ആക്കണം. 26 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 26ൻ്റെ സ്ക്വയർ 676 വരും. 676 25 × 26 650 വരും. 25 സ്ക്വയർ 625 വരും. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര വരും, 1275ഉം 676ഉം 676ഉം 1352 വരും അല്ലേ. 1200ഉം 152ഉം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്നതാ, 6760 ഇൻസ്റ്റാൾമെൻറ്റ്. ഒരു ഇൻസ്റ്റാൾമെൻറ്റ് 6760 തന്നിട്ടുണ്ട് അല്ലേ. ഒരു ഇൻസ്റ്റാൾമെൻറ്റ് 6260, അതായത് 676 യൂണിറ്റാണ് 6760 എങ്കിൽ ഒരു യൂണിറ്റ് എത്ര വരും, 10 വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് മാത്രം എത്രയുണ്ട്, 25ഉം 52ഉം 77ആണ് നമ്മൾ അടയ്ക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ യൂണിറ്റ്. അപ്പോൾ 77 യൂണിറ്റ് എത്രയാണ്, 770 ആയിരിക്കും അടയ്ക്കുന്ന ഇൻട്രസ്റ്റ്. ഓക്കെ, അടുത്ത് എ മാൻ ബോറോസ് സം എമൗണ്ട് അറ്റ് 7.5% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ടു സെറ്റിൽ ഹിസ് ലോൺ. ഹി പേസ് 2 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഓക്കെ, ഇവിടുത്തെ നമ്മുടെ പെർസെൻറ്റേജ് എത്രയാണ്, 7.5% ആണ്. അതിന് ഞാൻ മാറ്റി എഴുതിയാൽ എങ്ങനെ വരും, 15/2% എനിക്ക് എഴുതിക്കൂടെ. ഈ പെർസെൻറ്റേജിന് എനിക്ക് പിന്നെ എനിക്ക് റേഷ്യോയിലേക്ക് അല്ലെങ്കിൽ ഫ്രാക്ഷനിലേക്ക് ആക്കണമെങ്കിൽ എന്ത് വരണം, ബൈ 100 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 200 താഴെ ഒരു 100 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തെങ്കിൽ എത്ര വരും, അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 40 വരും അല്ലേ. 3 ഡിവൈഡഡ് ബൈ 40 വരും. ഓക്കെ, അതായത് പ്രിൻസിപ്പിൾ എത്രയാണ്, 40, ഇൻട്രസ്റ്റ് എത്രയാണ്, 3. അപ്പം എമൗണ്ടും പ്രിൻസിപ്പിൾ എത്രയാണ്, 40 ആണെങ്കിൽ എമൗണ്ട് എത്ര വരും, 43 വരും. അഗെയിൻ നമ്മുടെ പരിപാടി P/A, അതായത് പ്രിൻസിപ്പിളും എമൗണ്ടും. 40 ആണെങ്കിൽ എമൗണ്ട് 43 വരും. സെക്കൻഡ് ഇയറിലേക്കാണെങ്കിലോ 40 സ്ക്വയറും 43 സ്ക്വയറും. എമൗണ്ട് എന്താ, ഈക്വൽ ആക്കണ്ടേ, 2 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 43 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും, 43ൻ്റെ സ്ക്വയർ എത്രയാണ്, 1849. 1849ഉം 40ൻ്റെ സ്ക്വയർ എത്രയാണ്, 1600ഉം 40 × 43 160, 12 1720. അപ്പോൾ ടോട്ടൽ പ്രിൻസിപ്പിൾ എത്ര വരും, 0 2 3 3. അടയ്ക്കുന്ന എമൗണ്ടുകൾ എത്ര വരും, 18 9 6 3. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് എത്രയാണ്, 180ഉം 198. 8ഉം 17 ശിഷ്ടം 1 378 ആയിരിക്കും നമുക്ക് അടക്കേണ്ട ഇൻട്രസ്റ്റിൻ്റെ യൂണിറ്റ് ആണിത്. ഓക്കെ, കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് തന്നിട്ടുള്ളത് 5547. ഒരു ഇൻസ്റ്റാൾമെൻറ്റ് 5547. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് 7. ഓക്കെ 9. ഓക്കെ, അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 3000 124 5400 3 12 27. ഓക്കെ, 3ൻ്റെ മൾട്ടിപ്ലൈ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ചോദിച്ചിരിക്കുന്നതാണ് ഫൈൻഡ് ദ ടോട്ടൽ ഇൻട്രസ്റ്റ് പെയ്ഡ്. എത്രയാണ് നമ്മൾ പറഞ്ഞത്, 3 യൂണിറ്റ് 378 യൂണിറ്റ് ഇൻറ്റു 3 ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 4 വരും. ലാസ്റ്റ് ഡിജിറ്റ് 4 വരുന്ന ഏതേ ഉള്ളൂ, ഒരു ഓപ്ഷനേ ഉള്ളൂ, ഒന്നും ചെയ്യേണ്ട. 1134 ആയിരിക്കും ആൻസർ. അടുത്ത ചോദ്യം, എ മാൻ ബോറോസ് ₹4,600 at a 30% compound interest. How much installment he has to pay annually at the end of each year to settle the loan in 2 years? ഓക്കെ, നമ്മുടെ 30% ആണ്. 30% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3/10 ആണല്ലേ. അപ്പോൾ 10:13 വരും. ഇവിടെ 10 സ്ക്വയർ 13 സ്ക്വയറും വരും അല്ലേ. ഹൗ മച്ച് ഇൻസ്റ്റാൾമെൻറ്റ് ഹാസ് ടു പേ ആനുവലി എൻഡ് ഓഫ് ഈച്ച് ഇയർ ടു സെറ്റിൽ. 2 വർഷം കൊണ്ട് അടയ്ക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ 2 വർഷത്തെ റേഷ്യോ മാത്രം എടുത്താൽ മതി. ആൻഡ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, പേ ആനുവലി, അതായത് അടയ്ക്കുന്നത് ഈച്ച് ഇയർ. ഓക്കെ, ഓരോ വർഷം അടയ്ക്കുന്ന എമൗണ്ട് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 10 × 13 എത്ര വരും, 130 130 169 169 100. ടോട്ടൽ നമ്മുടെ പ്രിൻസിപ്പിൾ എത്ര വരും, 230 വരും. 320 338 വരും. ഓക്കെ, നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്നതാ, 4600 രൂപ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബോറോ ചെയ്തിട്ടുണ്ട്. അതായത് ഇതെന്താ, അയാളുടെ പ്രിൻസിപ്പിളാണ്. ആ പ്രിൻസിപ്പിളിൻ്റെ യൂണിറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്, 230 യൂണിറ്റ്. അത് 4600 ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്ര വരും, 0 0 പോകും, 46 ഡബിൾ അല്ലേ, 20 ആയിരിക്കും ഒരു യൂണിറ്റ്. ആൻഡ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ് പേ ആനുവലി, എത്രയാണ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഒരു ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണെന്ന് വന്നിരിക്കുന്നത് നമ്മൾ കണ്ടുപിടിച്ചത്, 169 യൂണിറ്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ
ഇൻറ്റു 20 ചെയ്താൽ പോരെ, എത്രയുണ്ടാവും? 169 ഡബിൾ അല്ലേ ഇവിടെ 338 എഴുതുന്നുണ്ട്. അപ്പോൾ 338 ആൻസർ സി. ഓക്കെ, അടുത്ത ചോദ്യം. എ മൊബൈൽ ഫോൺ ഈസ് അവൈലബിൾ ഫോർ ₹79,860 by cash payment or by paying cash of ₹60,000 as down payment and the remaining amount. അതായത് ഒരു ഫോണിൻ്റെ വില എത്ര? 79,860 രൂപയാണ് ഫുള്ളായിട്ട് എമൗണ്ട് ക്യാഷ് ആയിട്ട് കൊണ്ട് അടക്കുകയാണെങ്കിൽ 79,860. പക്ഷേ ഇനി അതല്ല, നിങ്ങൾക്ക് അത്രയും ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 60,000 എന്താണ് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ആദ്യം കൊണ്ട് അടക്കണം. എന്നിട്ട് ബാക്കിയുള്ള എമൗണ്ട് എത്രയാണ്? 79,860 നിന്ന് 60,000 പോയിട്ടുണ്ടെങ്കിൽ ബാക്കി 19,860 രൂപ. ഈ എമൗണ്ട് എങ്ങനെ അടയ്ക്കണം? 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കണമെന്നായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പിൾ എത്രയാണ്? നമ്മുടെ പ്രിൻസിപ്പിൾ 19,860. ഇത് 3 ഇൻസ്റ്റാൾമെൻ്റ് ആക്കണം. എത്രയാണ് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? 10% റേറ്റ് ഓഫ്. അപ്പോൾ എത്ര വരും? 1/10 വരും. അപ്പം എമൗണ്ട് പ്രിൻസിപ്പിളുള്ളത് 10:11, 10 സ്ക്വയർ 11 സ്ക്വയർ, 10 ക്യൂബ് 11 ക്യൂബ്. എന്തുകൊണ്ട് ഇവിടെ നമ്മൾ 3 എടുത്തേക്കുന്നത്? കാരണം എന്താ പറഞ്ഞിരിക്കുന്നത്? 3 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അടയ്ക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആണല്ലേ. അപ്പോൾ ഇവിടെ 3നെ നമ്മൾ എന്ത് ചെയ്യണം? എമൗണ്ട് അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യണം? ഈക്വൽ ആക്കണം. ഈക്വൽ ആക്കണമെങ്കിൽ 11 ഉണ്ട്, ഇവിടെ 11 സ്ക്വയർ ഉണ്ട്, 11 ക്യൂബ് ഉണ്ട്. ഏറ്റവും എളുപ്പം എന്താ? ഇവിടെ ഒരു 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് 11 ക്യൂബ് ആകൂലേ. ഇവിടെ ഒരു 11 സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് 11 ക്യൂബ് ആവും. ഇപ്പോൾ നിങ്ങൾ നോക്കി, 11 ക്യൂബിൻ്റെ വാല്യൂ എത്രയാണ്? 1331. ഓക്കെ, ഇനി 10 × 11 സ്ക്വയർ 121 അല്ലേ. 11 0010 വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ഓരോ വർഷത്തെ എമൗണ്ട് പ്രിൻസിപ്പിൾ റേഷ്യോ. അപ്പോൾ എമൗണ്ട് അടയ്ക്കുന്ന എമൗണ്ട് നമ്മൾ ഈക്വൽ ആക്കി. ഇനി എന്താ തന്നിരിക്കുന്നത്? നമുക്കിവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താ? പ്രിൻസിപ്പിളാണ്. അതായത് ഇതിൻ്റെ മൊത്തം തുക എത്ര വരും? 0 1 3 0 3 3. ഓക്കെ, ഇതെത്ര വരും? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്നതാ? ദെൻ എമൗണ്ട് ഓഫ് ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ നമ്മൾ ടോട്ടൽ എമൗണ്ടും കണ്ടുപിടിക്കേണ്ട. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് മാത്രം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചോദ്യം ആദ്യം വായിച്ച് നോക്കുക, എക്സ്ട്രാ കണ്ടുപിടിച്ച് വെറുതെ സമയം കളയല്ലേ. ഓക്കെ, അപ്പം 3310 ആണെന്ത് ഈ തന്നിരിക്കുന്ന 19,860 എന്ന് പറയുന്നത്. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും? 00 ലാസ്റ്റ് ഡിജിറ്റ് 6 അല്ലേ. അപ്പോൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ? 6 18 8 ശിഷ്ടം 1 ബാക്കി 18 1 19. അപ്പോൾ ഇൻറ്റു 6 ആയിരിക്കും നമ്മുടെ യൂണിറ്റ്. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര വരും? 6 ലാസ്റ്റ് ഡിജിറ്റ് 6 വരുന്നതേ ഉള്ളൂ. 7986 ആയിരിക്കും ആൻസർ. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം. എ മാൻ ബോറോഡ് സം മണി ആൻഡ് എഗ്രീഡ് ടു പേ ഓഫ് ബൈ പേയിങ് ₹3150 അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയർ ആൻഡ് ₹4410 അറ്റ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് ഇയർ. ഇവിടെ രണ്ടും അയാൾ അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് എന്താ? ഡിഫറൻറ്റാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇയാൾ ഫസ്റ്റത്തെ ഇയർ അടയ്ക്കുന്നുണ്ട്, സെക്കൻഡ് ഇയറിൽ അടയ്ക്കുന്നുണ്ട്. അതായത് അടുപ്പിച്ചുള്ള 2 വർഷം ഇയാൾ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ തന്നിരിക്കുന്ന ഇത് എത്രയാണ്? പെർസെൻറ്റേജ് 5% അല്ലേ. 5% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 1/20 വരും. അതായത് പ്രിൻസിപ്പിളും എമൗണ്ട് നമ്മളുള്ള റേഷ്യോ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ 20 അയാൾ യൂസ് ചെയ്തെങ്കിൽ എത്ര കൊണ്ട് അടക്കണം? 21 അടക്കണം. ഇനി സെക്കൻഡ് ഇയറിൽ മാത്രമാണെങ്കിലോ 20 സ്ക്വയറും 21 സ്ക്വയറുമാണ്. ഓക്കെ, ഇവിടെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. കാരണം എന്താ? ഇത് ഈക്വൽ ആക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. കാരണം എന്താ? രണ്ടും സെപ്പറേറ്റാണ്. ആൻഡ് 2 വർഷം അടുപ്പിച്ച് അടയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? ഈ വാല്യൂസിനെ ഇതുപോലെ തന്നെ എടുക്കാം. അപ്പോൾ 21 യൂണിറ്റ് ആണ് എന്ത്? അയാൾ അടയ്ക്കുന്ന 3150. 21 സ്ക്വയർ അഥവാ എന്ത് വരും? 441 വരും. ഇതാണ് എന്ത്? അയാൾ അടയ്ക്കുന്ന 4410 രൂപ. ഓക്കെ, അപ്പോൾ 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 വരും. 21 യൂണിറ്റാണ് 315 എങ്കിൽ 1 വരും, 105 5 വരും, 0 ബാക്കി 440 ഡയറക്റ്റ് ആണല്ലേ. 10 യൂണിറ്റ് വരും. അപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടുത്തെ ഉള്ള ഈ കൺസെപ്റ്റിൽ നമ്മുടെ യൂണിറ്റ് എത്രയാണ്? 150ആണ്. അതിൽ എമൗണ്ട് പ്രിൻസിപ്പിൾ എത്ര വരും? 20 × 150 300 3000 വരും അല്ലേ. ഇനി 400 യൂണിറ്റ് അല്ല, 400 × 10 എത്ര വരും? 4000 വരും. അപ്പോൾ ടോട്ടൽ നമ്മൾ അടയ്ക്കേണ്ട പ്രിൻസിപ്പിൾ എത്രയാണ്? 3000 + 4000 7000 ആയിരിക്കും ആൻസർ. 7000 എവിടെ? ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം.
A person borrowed a certain sum at 10% per annum for 3 years, interest being compounded annually. At the end of 2 years, he repaid a sum of rupees 6634, and to the end of the third year, he cleared off the debt by paying 13,200. What was the sum borrowed by? അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന തന്നെ പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാനാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട് അല്ലേ? എന്താ കാരണം? ഇയാൾ അറ്റ് ദ എൻഡ് ഓഫ് 2 ഇയർ, ഫസ്റ്റ് ഇയർ അയാൾ ഒന്നും അടയ്ക്കുന്നില്ല. അതായത് എന്ത് ചെയ്തു? ആ ഒരു വർഷം എമൗണ്ട് എത്ര പെർസെൻറ്റേജ് കൂടുന്നത്? 10% കൂടി. രണ്ടാമത്തെ വർഷവും 10% കൂടുന്ന സമയത്താണ് എന്ത്? അയാൾ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള ഈ 6634 കൊണ്ടുപോയി അടയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റേഷ്യോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പഴയ കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതായത് പ്രിൻസിപ്പിൾ ആണെങ്കിൽ ഫസ്റ്റ് ഇയർ അയാൾ യൂസ് ചെയ്തു എത്രയായി? 10%. അപ്പോൾ 11/10 സെക്കൻഡ് ഇയർ അയാൾ യൂസ് ചെയ്തു, അപ്പോൾ എന്തായി? എഗെയിൻ ഒരു 10% കൂടെ കൂടി, അതായത് 11/10. അപ്പോൾ ടോട്ടൽ എന്ത് വരും? 11² / 10² ആയിട്ട് മാറി 2 ഇയറിൻ്റെ അവസാനം. ആ എമൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു? ഇയാൾ 6634 രൂപ കൊണ്ടുപോയി അടയ്ക്കുന്നു. ഇനി ബാക്കിയുള്ള തുക മൂന്നാമത്തെ വർഷം യൂസ് ചെയ്തപ്പോഴേക്കും എഗെയിൻ ഒരു 10% കൂടി. അതിലേക്ക് അയാൾ എത്ര കൊണ്ട് അടയ്ക്കുന്നത്? 13,200 അടയ്ക്കുന്നു. ഫുൾ എമൗണ്ട് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ഈ 13,200 അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്ക് എന്ത് വരും? 13,200 × 10 / 11. ഇതിനെ കട്ട് ചെയ്തുകൂടെ 11 ആയിട്ട്? 1 2 0 0. ടോട്ടൽ എത്ര വരും? 12,000 വരും. ഈ 12,000ലേക്ക് 6,634 കൂടിയിട്ടുണ്ടെങ്കിൽ എത്ര വരും? 18,634 വരും. അതെന്താ? P × 11² / 10². ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ P = 18634 / 121 × 100 വരും അല്ലേ? 120 വെച്ചിട്ട് ഒരു 121 വരും. ബാക്കി എത്ര വരും? 5 വരും, 6 വരും. അപ്പോൾ 6 5 3 എത്ര വരും? അതിൽ 5 വരും. ഒരു മിനിറ്റ്, ഞാൻ വൃത്തിയായിട്ട് എഴുതാം. പ്രിൻസിപ്പിൾ = 18634 / 11² × 10². 11² വേണമെങ്കിൽ 1 വരും, 121 വരും. 121 വന്നിട്ടുണ്ടെങ്കിൽ 5 വരും, 6 5 3 വരും. 6 5 3ൽ 5 ഉണ്ട്. 5 ചെയ്തിട്ടുണ്ടെങ്കിൽ 120 605 വരും. ബാക്കി എന്ത് വരും? 484 വരും. ബാക്കി അതിൽ 4 വരും. അപ്പോൾ ആൻസർ 15400 ആയിട്ട് പ്രിൻസിപ്പിൾ മാറി. ആൻസർ ഏതാ? ഓക്കെ, 15400 ആയിരിക്കും ആൻസർ. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ ഈ ഇൻസ്റ്റാൾമെൻറ്റിൽ ഇയാൾ 2 കൊല്ലം അയാൾ ഒരു എമൗണ്ട് കൊണ്ട് അടയ്ക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റേഷ്യോ എടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? സാധാരണ നമ്മുടെ മെത്തേഡിൽ ചെയ്തു. അടുത്ത ചോദ്യം, എ പേഴ്സൺ ബോറോഡ് എ സം ഓഫ് rupees 30,800 at 10% per annum for 3 years. Interest compounded annually. At the end of 2 years, he paid a sum of rupees 13,268. At the end of third year, he paid rupees X. ഓക്കെ, ഇവിടെയും പ്രശ്നം എന്താ? ഇവിടെ ഇയാൾ അറ്റ് ദ എൻഡ് ഓഫ് 2 ഇയറിലാണ് കൊണ്ടുപോയിട്ട് ഒരു സമ്മ് അടയ്ക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ തന്നിട്ടുണ്ട് നമുക്കിവിടെ നമ്മുടെ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അയാൾ ഇപ്പോൾ എത്രയാണ് എടുത്തിട്ടുള്ളത്? 30,800 രൂപ അയാൾ ബോറോ ചെയ്തു. 10% ആണ് പെർ ആനം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയർ ഒന്നും കൊണ്ട് അടയ്ക്കുന്നില്ല. അപ്പം എഗെയിൻ ഒരു 11/10 വരും. അടുത്ത വർഷം രണ്ടാമത്തെ വർഷവും അയാൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം 11² / 100 വരും. ആ എമൗണ്ടിലേക്ക് ഇയാൾ എത്ര കൊണ്ട് അടയ്ക്കുന്നുണ്ട്? 13,268 രൂപ കൊണ്ടുപോയി അടയ്ക്കുന്നു. രണ്ടാമത്തെ വർഷം അവസാനം മൂന്നാമത്തെ വർഷം യൂസ് ചെയ്യുമ്പോൾ ഒരു 10% കൂടെ വരും. അതിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു X rupees കൊണ്ടുപോയി അടയ്ക്കുന്നു. അയാളുടെ ഫുൾ ഡെപ്റ്റ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ 100ഉം 308ഉം 11 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ 3 3 8 8 8 16 11 2 7 3 37,268
13,268 മൈനസ് ചെയ്യണം. എത്ര വരും? 13 അല്ലേ? 4,0,0,0,2 24,000-ൻ്റെ എഗെയിൻ ഒരു 10% കൂടെ കൂടുന്നതായിരിക്കും എന്ത്? എക്സ്. എത്ര വരും? 2,6,4,0,0 ആയിരിക്കും ആൻസർ. അതായത് 11 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ 11 കൊണ്ട് എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പം 308-നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ എഗെയിൻ ആ 308 ഒന്ന് എഗെയിൻ റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതിയാൽ മതി. 8, 8, 3, 3. ഇനി എഗെയിൻ ഇതിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിലോ 3, 3, 8, 8 തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ 22,400-നെ എന്ത് ചെയ്തു? 11 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ 2400. ഓക്കെ, 0, 0, 4, 6, 2. അപ്പോൾ അടക്കേണ്ട എമൗണ്ട് എത്രയാണ്? 264,000. ലാസ്റ്റ് വൺ ആൻസർ. ഓക്കെ, കഴിഞ്ഞല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ഇൻസ്റ്റാൾമെൻറ്റ്. സിമ്പിളാണ്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഇൻസ്റ്റാൾമെൻറ്റിനെക്കാട്ടിലും വളരെ എളുപ്പമാണ്. നമ്മുടെ റേഷ്യോ, നമ്മുടെ എമൗണ്ടും പ്രിൻസിപ്പളും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കുക, സുഖമായിട്ട് ചെയ്യുക. ഇനി അതല്ലാണ്ട് മീൻസ് വർഷങ്ങളിൽ അതായത് അടുത്തടുത്ത വർഷങ്ങളിലുള്ള അടയ്ക്കുന്ന എമൗണ്ടുകളല്ല തന്നിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യുക? നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഡയറക്റ്റായിട്ട് എങ്ങനെയാണ് മെത്തേഡിൽ ചെയ്യേണ്ടത് ഈ മെത്തേഡ് ചെയ്യാം. പിന്നെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ ഇതിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.